നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സ്നേക്ക് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് പോട്ടിലാട്ടോ സെറ്റ് ചെയ്തത്. രണ്ട് കളറാണ്. ഇത് നല്ല ഗ്രീൻ ഷെയ്ഡും ഇത് സൈഡിൽ ഇങ്ങനെ യെല്ലോ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ഈ ഒരു പോട്ട് എന്ന് വെച്ചാൽ നമ്മള് ഒരു മണ്ണിന്റെ ചട്ടി തന്നെയാട്ടോ. നമ്മളൊരു പറയാണ് ഇത് വാങ്ങിച്ചത്. ഈ ഒരു ഷേപ്പിലുള്ള എന്താ ഇതേപോലത്തെ ഒരു പറയാട്ടോ ഇത് ആലുവ മണപ്പുറത്തുനിന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ അതിൽ ഇതേപോലെ ഈ ഗോൾഡൻ കളർ ഇങ്ങനത്തെ പെയിന്റ് അടിച്ച് കണ്ട നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ പെയിന്റ് അടിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചതാട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇത്ര കുറച്ച് നാളിങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൽ എന്തെങ്കിലും ചെടി വെക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അകത്ത് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതില് വെക്കാനായിട്ട് എനിക്ക് ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്ത ചെടി നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്ലാന്റുമാണ്. ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്സിജൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിന് നമുക്ക് അതായത് വളവും വെള്ളമൊന്നും എപ്പോഴും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിക്ക് എല്ലാം ചെയ്തു കൊടുത്താൽ മതി. നല്ല മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെയാട്ടോ ഞാൻ അകത്ത് വെക്കിയത് സജസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ഞാൻ ഇതിൻ്റെ തന്നെ സൈഡിൽ ഇങ്ങനെ യെല്ലോ വരുന്ന ഈ ഒരു പ്ലാന്റും കൂടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പോട്ടിലേക്ക് ആക്കി വെച്ചു. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ ഒരു പറയാന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ മണ്ണിന്റെ ചട്ടി തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ പ്ലാന്റുകളാട്ടോ. ഈ പ്ലാന്റ് ഞാൻ എല്ലാം ഒരു വള്ളി വെച്ചിട്ട് കെട്ടി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അത് നടുമ്പോൾ ഇങ്ങനെ വിടർന്നോണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ആക്കി വയ്ക്കണത്. നമ്മുടെ പോട്ടി മിക്സ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ചട്ടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ചട്ടിയെന്ന് വെച്ചാൽ കുറേ നാളായി ഇവിടെ വെറുതെ ഇരിക്കുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വെക്കും. അതിൻ്റെ അകത്ത് ഒരു ചെടി വെച്ച് ഒരു ചട്ടി വെച്ച് ഒരു പ്ലാന്റ് വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറുന്ന ഒരു ചട്ടി ചെറുതായിരിക്കും. അപ്പോൾ ആ ചെറിയ ചെടികൾ മാത്രമേ അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മണ്ണിൻ്റെ പോട്ടാണല്ലോ, അപ്പോൾ എന്തായാലും അതിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് സൈഡിൽ മഞ്ഞ വരുന്ന ആ സ്നേക്ക് പ്ലാന്റും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് കളർ പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ലൊരു ഓപ്ഷനായിരിക്കും അത്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ചട്ടി ഞാൻ എടുത്തു വെച്ചു. ഇത് സൈഡിൽ യെല്ലോ വരുന്ന ആ ഒരു പ്ലാന്റ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട്. ഇതാണ് ആ പറയിൽ വെക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് അത്ര തിക്കായിട്ടില്ല. ആകെ ഒരു 3 തണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു പോട്ടിലേക്കാണ് ഇത് ചേരണത്, അതിലാണ്. അതുകൊണ്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.